ദൈവനാമത്തിന് പിന്നെ മഹത്വം അർപ്പിക്കുന്നു. വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് നമുക്കിന്ന്. കാരണം നമ്മുടെ പല പ്രിയപ്പെട്ടവര് അവരായിരുന്ന സ്ഥലത്ത് നിന്ന്, നാട്ടിൽ നിന്ന്, വിദേശത്തു നിന്നൊക്കെയുള്ള പല പ്രിയപ്പെട്ടവർക്കും കടന്നു വന്ന് നമുക്കൊന്നിച്ച് കർത്താവിനെ ആരാധിപ്പാനും ആത്മീയമായി സന്തോഷിപ്പാനും ലഭിച്ച ഒരു നല്ല സന്ദർഭമാണ്. ആ നിലയിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ പിന്നെയും കാണുവാനും ഒന്നിച്ച് കൂട്ടായ്മ അനുഭവിക്കാനും ദൈവം നൽകുന്ന സന്ദർഭങ്ങൾ എത്ര സന്തോഷകരമാണ് എന്നുള്ളത് ഞാൻ ഓർക്കുന്നു. 133 സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ വാക്യമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. ഞാൻ ഇന്നത്തെ നമ്മുടെ മുമ്പിലുള്ള സമയത്ത് ഈ 133 സങ്കീർത്തനം വായിച്ച് അതിൽ നിന്നുള്ള ചില ചിന്തകൾ പങ്കുവയ്ക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആ സങ്കീർത്തനം മുഴുവനായിട്ട് പ്രാരംഭത്തിലൊന്ന് വായിച്ച് കേൾപ്പിക്കുന്നു. സാംസ് 133. ഇത് സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അത് വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് നീണ്ടു കിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷതൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞു പോലെയും ആകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. ഈ സങ്കീർത്തനത്തിലെ പ്രധാന വിഷയമെന്ന് പറയുന്നത് യൂണിറ്റി എന്നുള്ളതാണ്, ഐക്യത. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നു എന്നുള്ളതാണ് ഈ 133 സങ്കീർത്തനത്തിലെ വിഷയം. ഐക്യത എന്നുള്ള വിഷയം സംബന്ധിച്ച് മറ്റു പല വേദഭാഗങ്ങളിലൂടെ അനേക പ്രസംഗങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നാം കേട്ടിട്ടുണ്ട്, നാം ചിന്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ചില ആഴ്ചകൾ നമ്മൾ ഫിലിപ്പ് ലേഖനം പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും ആ ലേഖനത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഐക്യത എന്ന് പറയുന്നത്. സന്തോഷവും ഐക്യതയും, അത് രണ്ടുമാണ് ഫിലിപ്പ് ലേഖനത്തിലെ പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ. അപ്പൊ ആ നിലയിൽ പഴയ നിയമത്തിലും ഇസ്രായേൽ ജനം, ദൈവത്തിന്റെ ജനം, അവരോടുള്ള ബന്ധത്തിൽ ഉണ്ടായിരിക്കേണ്ട ആ യൂണിറ്റിയെ കുറിച്ച്, പുതിയ നിയമത്തിൽ സഭയിൽ ഉണ്ടായിരിക്കേണ്ട യൂണിറ്റിയെ കുറിച്ചൊക്കെ വേദപുസ്തകത്തിൽ വളരെ വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, പ്രബോധനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഈ സങ്കീർത്തനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. നമുക്കറിയാം ഈ സങ്കീർത്തനങ്ങളിലെ 120 മുതൽ 134 വരെയുള്ള 15 സങ്കീർത്തനങ്ങൾ ആരോഹണ ഗീതം എന്നാണ് അറിയപ്പെടുന്നത്. ആരോഹണ ഗീതം അതിൻ്റെ തലക്കെട്ടിൽ തന്നെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആരോഹണ ഗീതം എന്നുള്ളതിന് ഇങ്ങനെയാണ് പറയപ്പെടുന്നത്: ഇസ്രായേൽ മക്കൾ അവർ ആണ്ടിൻ്റെ പല പ്രാവശ്യം അവർക്ക് ഉത്സവങ്ങളുണ്ട്, പെരുന്നാളുകളുണ്ട്. ആ പെരുന്നാളുകളിലെ പങ്കെടുക്കുന്നതിന് യെരുശലേമിൽ, ആ മലയിലേക്ക് ദീർഘമായ യാത്ര ചെയ്യും. ഈ യെരുശലേമിൽ നിന്ന് വളരെ ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെ പാർക്കുന്ന യഹൂദന്മാരും അവരുടെ ഈ പെരുന്നാൾ സമയത്ത് യെരുശലേമിലെത്തും. അങ്ങനെ ദൂരെ നിന്ന് ദീർഘമായ യാത്ര ചെയ്ത് അവർ ഒന്നിച്ച് പല ദിവസങ്ങൾ എടുത്ത് യെരുശലേമിലെത്തി അവരുടെ പെരുന്നാളുകളിൽ പങ്കെടുക്കും. ആ വരവ് കണ്ടുകൊണ്ടാണ് ദാവീദ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഗീതം പാടിയിരിക്കുന്നത്. ആ വരവ് കണ്ടിട്ട് ദാവീദ് പറയുകയാണ്, ഇത് സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നു. ആ ഒത്തൊരുമിച്ചുള്ള വാസത്തിന്റെ ചില പ്രത്യേകതകളാണ് താഴോട്ട് ആ സങ്കീർത്തനത്തിൽ ചില ഉദാഹരണങ്ങളിലൂടെയും ചില പ്രത്യേക പദപ്രയോഗങ്ങളിലൂടെയും ഒക്കെ ദാവീദ് വർണ്ണിച്ചിരിക്കുന്നത്. ചെറിയൊരു സങ്കീർത്തനമാണ്, 3 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ആ യൂണിറ്റിയുടെ മഹത്വം ആ സങ്കീർത്തനത്തിൽ വളരെ മനോഹരമായ നിലയിൽ തന്നെ ദാവീദ് വർണ്ണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സങ്കീർത്തനത്തിന്റെ പ്രത്യേകത. ദാവീദ് ഇത് പറയുമ്പോൾ നമുക്കറിയാം, ദാവീദിന്റെ അനുഭവങ്ങൾ പഴയ നിയമത്തിന്റെ പേജുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇസ്രായേൽ ജനത്തിന്റെ അധിപന്, രാജാവാണ്. പക്ഷെ ഇസ്രായേൽ ജനം ദൈവത്തിന്റെ ജനമാണെങ്കിലും അവരുടെ ഇടയിൽ വേണ്ടത്ര ഐക്യമില്ലായിരുന്നു എന്നുള്ളത് ദാവീദ് കണ്ടും അനുഭവിച്ചും പോന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് 12 ഗോത്രങ്ങളാണ്. അവര് തമ്മിൽ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. ഒരിടത്ത് 10 ഗ്രൂപ്പ്, മറുവശത്ത് 2 ഗ്രൂപ്പ്. അതുകൂടാതെ തന്നെ അവരുടെ ഇടയിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ, ഐക്യതയില്ലായ്മ വളരെ അനുഭവിച്ച, വളരെ വെളിപ്പെട്ട ഒരു ജനമാണ് ഈ യഹൂദ ജനം. ഈ ദാവീദിന്റെ തന്നെ ചരിത്രം നമ്മളെടുത്ത് നോക്കിക്കേ.
ദാവീദിന്റെ സ്വന്തം കുടുംബത്തിൽ അബ്ശാലോം പിതാവിനും മറ്റുള്ളവർക്കും എതിരായി പ്രവർത്തിച്ചു. അങ്ങനെ സ്വന്തം ദേശത്താകട്ടെ, സ്വന്തം ജനത്തിന്റെ നടുവിലാകട്ടെ, സ്വന്തം കുടുംബത്തിലാകട്ടെ ദൈവജനമാണ്, പക്ഷേ അവർ ഐക്യതയില്ലാതെ പോയ നിരവധി അനുഭവങ്ങൾ ദാവീദിന്റെ അനുഭവത്തിലുണ്ട്. ദാവീദ് കണ്ടിട്ടുണ്ട്, ദാവീദ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ ജനത്തിന്റെ യാത്രയെ നോക്കിക്കൊണ്ട് ദാവീദ് പറയുക, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നു. അപ്പൊ ആ പോക്കിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ നമ്മൾ ഇതാ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ബിഹോൾഡ് എന്നുള്ള പദമാണ്. നമ്മൾ ആ ബിഹോൾഡ് എന്നുള്ള പദം ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന പലയിടത്തും ഇതാ എന്ന എഴുതിയിരിക്കുന്നത് മലയാളത്തിൽ. പക്ഷേ ശരിക്കും ആ പദത്തിന്റെ അർത്ഥം എന്താ? നോക്കൂ, അല്ലെങ്കിൽ കാണൂ എന്നുള്ള അർത്ഥമാണ്. അത് പറഞ്ഞിരിക്കുന്ന വാക്കുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. പ്രത്യേകിച്ച് നമ്മുടെ കർത്താവ് കടന്നു പോകുമ്പോൾ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞൊരു വാക്കുണ്ട്, ബിഹോൾഡ്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആ പ്രയോഗത്തിന്റെ അർത്ഥം എന്താ? അതുകൊണ്ട് എന്താ പ്രധാനമായിട്ട് വെളിപ്പെടുത്തുന്ന ഒരാശയം? അനേക പുരുഷന്മാർ അതുവഴി കടന്നുപോയി, അനേക മനുഷ്യർ അതുവഴി കടന്നുപോയി. പക്ഷെ യേശു അതുവഴി കടന്നുപോയപ്പോൾ യോഹന്നാൻ സ്നാപകൻ പറയാ, നോക്ക്, ആ പോലെ ആളിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഇതുവരെ പോയ ആളിനെ പോലെ അല്ല, എന്തോ പ്രത്യേകതകളുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് പ്രത്യേകം എടുത്തു പറഞ്ഞത്, ബിഹോൾഡ് ദ ലാംബ് ഓഫ് ഗോഡ് ഹു ടേക്കത്ത് അവേ ദ സിൻസ് ഓഫ് ദ ഹോൾ വേൾഡ്. എന്തോ പ്രത്യേകതയുള്ള ഒരാള്. അതുപോലെ ഒരു പ്രയോഗമാണ് ഇവിടെയും പറയുന്നത്. ഇവരുടെ ആ മലയിലേക്കുള്ള പോക്ക്, യെരൂശലേമിലേക്കുള്ള പോക്ക്, അവരവരുടെ ആരാധനയ്ക്ക് അല്ലെങ്കിൽ അവരുടെ ദേവാലയത്തിലേക്ക്, അവരുടെ പെരുന്നാളിലേക്ക് പങ്കെടുക്കാൻ വളരെ ദിവസങ്ങൾ നീണ്ട ആ യാത്ര നടത്തി അവർ പോകുന്ന ആ കാഴ്ച കണ്ടപ്പോൾ ദാവീദിന്റെ മനസ്സിലേക്ക് വന്ന ചിന്ത ഇതാണ്, ഇതൊന്ന് കാണേണ്ട കാഴ്ചയാണ്. നോക്ക്, ആ പോക്ക് കാണാൻ, ആ യാത്ര നിങ്ങളൊന്ന് ശ്രദ്ധിക്ക്. അപ്പൊ ഇതുവരെ ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ കാണാൻ കഴിയാത്ത എന്തോ ആ യാത്രയിൽ ദാവീദിന് കാണാനായിട്ട് കഴിഞ്ഞു. എന്താ കാണാൻ കഴിഞ്ഞത്? അവർ ഒത്തൊരുമിച്ച് വസിക്കുന്നു. അതാണ് ദാവീദിനെ സംബന്ധിച്ച് ഇവിടെ ഏറ്റവും ചിന്തനീയമായി തോന്നിയത്. മറ്റുള്ളവരും കാണത്തക്ക വിധത്തിൽ, മറ്റുള്ളവരും ശ്രദ്ധിക്കത്തക്ക വിധത്തിൽ വിരല് ചൂണ്ടി അവരെ ഓർമ്മിപ്പിക്കുക, ഇതാ നിങ്ങൾ നോക്ക്, ആ പോക്ക് കാണ്, അതുപോലെ വേണം ദൈവജനത്തിന്റെ ഇടയിൽ. ഇതാണ് അതിലൂടെ നൽകുന്ന ആശയം. ഇന്ന് ആ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്മോടും ദൈവജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരിക്കേണ്ട യൂണിറ്റി എങ്ങനെയാണ്, അതിന്റെ മഹത്വം എന്താണ് എന്നുള്ള ആശയമാണ് ഈ സങ്കീർത്തനത്തിലെ വാക്കുകളിലൂടെ വെളിപ്പെടുത്തുന്നത്. ഇവിടെ സഹോദരന്മാർ എന്നുള്ള ഒരു വിശേഷണമാണ്. അവർ സഹോദരന്മാരാണല്ലോ. 12 ഗോത്രങ്ങൾ, 12 ഗോത്രപിതാക്കന്മാർ, ഒരപ്പന്റെ മക്കൾ, ആ സഹോദര്യ ബന്ധമുള്ളവരാ. എന്നിട്ടും അവരുടെ ഇടയിൽ കലഹമുണ്ടായി, അവരുടെ ഇടയിൽ അനൈക്യമുണ്ടായി, അവരുടെ ഇടയിൽ ഗ്രൂപ്പ് ഉണ്ടായി. ഇതെല്ലാം ഉണ്ടായെങ്കിലും ഇപ്പോൾ ഇവരുടെ യാത്ര കണ്ടപ്പോൾ ദാവീദിന് പറയാതിരിക്കാൻ കഴിയത്തില്ല, ഇവരാര് തന്നെയാണ്, ഇവര് സഹോദരന്മാരാണ്. ഇതാ സഹോദരന്മാർ. എന്നിട്ട് അടുത്ത വാക്ക്, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച്. അവിടെയാണ് യൂണിറ്റി എന്നുള്ള ആശയം. നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുന്നത്, ബിഹോൾഡ് ഹൗ ഗുഡ് ആൻഡ് ഹൗ പ്ലസന്റ് ഇറ്റ് ഈസ് ഫോർ ബ്രദറൻ ടു ഡ്വെൽ ടുഗദർ ഇൻ യൂണിറ്റി. ഹൗ ഗുഡ് ആൻഡ് ഹൗ പ്ലസന്റ്. അവിടെ ഗുഡ് ആൻഡ് പ്ലസന്റ് എന്നുള്ള ആ പദം, ഗുഡ് എന്ന് പറഞ്ഞാൽ നല്ലത്. നമ്മുടെ മലയാളത്തിൽ കുറച്ചുകൂടെ സഭ്യമായ ഒരു ഭാഷ ശുഭം, മനോഹരം എന്നീ ഭാഷകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതും ആശയം അത് തന്നെയാണ്. ആ ഗുഡ് ആൻഡ് പ്ലസന്റ് എന്നുള്ള വാക്കുകൾ നമ്മളൊന്ന് ചിന്തിച്ചാൽ ഈ യാത്രയെ കുറിച്ചുള്ള വിശേഷണമാണ് പറയുന്നത്. അത് ഗുഡാണ്, അത് പ്ലസന്റുമാണ്. ഇത് രണ്ടും കൂടെ ചേർന്ന് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഗുഡ് ആൻഡ് പ്ലസന്റ്. പ്ലസന്റ് എന്നുള്ള വാക്കിന്റെ ശരിയായ മലയാള അർത്ഥം മനോഹരം എന്ന് പറയാം. എന്നാൽ കുറച്ചുകൂടെ നമുക്ക് വേണേൽ പറയാം കുറച്ചുകൂടെ സുഖകരം, അല്ലേ? കുറച്ചുകൂടെ സുഖകരം, അല്ലെ? കുറച്ചുകൂടെ രുചികരം, കുറച്ചുകൂടെ പ്രസന്നമായത് എന്നുള്ളൊക്കെ അർത്ഥം ആ പ്ലസന്റ് എന്നുള്ളതിനുണ്ട്. അങ്ങനാണെങ്കിൽ ഈ യാത്രയെ വിശേഷിപ്പിക്കുന്ന പദം ഒന്ന് ശ്രദ്ധിച്ച്, ഹൗ ഗുഡ് ആൻഡ് ഹൗ പ്ലസന്റ് ഇറ്റ് ഈസ്. ആ യൂണിറ്റിയെ കുറിച്ച് പറയുക. ഇത് രണ്ടും ചേർന്ന് വരുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഞാനൊരു ചെറിയ എക്സാമ്പിൾ ഇങ്ങനെ പറഞ്ഞാൽ,
നമ്മുടെ കുഞ്ഞുങ്ങൾക്കല്ല പ്രായമായവർക്ക് പോലും വല്ല അസുഖമൊക്കെ വരുമ്പോൾ മെഡിസിൻ കൊടുക്കും. ചിലപ്പോൾ നല്ല കയ്പുള്ള മരുന്നായിരിക്കും കൊടുക്കുന്നത്. അത് അത്ര പ്ലസന്റ് അല്ല കഴിക്കാൻ, പക്ഷേ ഇറ്റ് ഈസ് ഗുഡ്. ആ രോഗത്തെ സംബന്ധിച്ച് അത് നല്ലതാണ്. അത് നല്ലതായിരിക്കും, പക്ഷേ അത്ര പ്ലസന്റ് അല്ല കഴിക്കാൻ. അഥവാ കുഞ്ഞുങ്ങളെയൊക്കെ മരുന്ന് കഴിപ്പിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ട് വരുന്നത് അതുകൊണ്ടാണ്. കഴിച്ചാൽ നല്ലതാ, രോഗം മാറും, പക്ഷേ കഴിക്കാൻ അത്ര നല്ലതല്ല, അത്ര സുഖകരമല്ല. അവൻ നല്ലതാണെങ്കിലും അതത്ര സുഖകരമല്ലായിരിക്കും. ഇറ്റ് ഈസ് ഗുഡ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് പ്ലസന്റ്. എന്നാൽ മറ്റു ചില കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കി. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഷുഗർ പേഷ്യൻസ്, നമുക്കറിയാം ഒരുവിധപ്പെട്ട സാധാരണ ഷുഗർ പേഷ്യൻസ് എല്ലാം നല്ലതുപോലെ മധുരപലഹാരങ്ങൾ കഴിക്കുന്നവരാണ്. പിന്നെ മനഃപൂർവ്വം വേണ്ടെന്ന് വെക്കാൻ കഴിയുന്നവർ വേണ്ടെന്ന് വെക്കുന്നേ ഉള്ളൂ. അവരെ സംബന്ധിച്ച് ആ മധുരപലഹാരം കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്ലസന്റ് ഫോർ ദം. അവരെ സംബന്ധിച്ച് അതൊരു സുഖമാ, അതൊരു ഇഷ്ടമാ. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ ദം. അതവർക്ക് നല്ലതല്ല. അതവർക്ക് സുഖമായിട്ട് തോന്നാം, രുചികരമായിട്ട് തോന്നാം, പക്ഷേ അവർക്കത് നല്ലതല്ല. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇത് രണ്ടും കൂടെ ചേർത്താണ് ഈ യാത്രയെ കുറിച്ച് പറയുന്നത്. ദൈവജനം യൂണിറ്റിയിൽ മുൻപോട്ട് പോകുന്ന കാഴ്ച കണ്ടിട്ട് ദാവീദ് പറയുകയാണ്, ഇറ്റ് ഈസ് ഗുഡ് ആൻഡ് ഇറ്റ് ഈസ് പ്ലസന്റ്. എത്ര ശുഭവും എത്ര മനോഹരവും. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർന്ന് വരാൻ കാരണം എന്താണെന്നറിയാമോ? അതും നമ്മളിവിടെ ഒന്ന് ശ്രദ്ധിച്ച്. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് കൂടിയിരിക്കുന്നത് നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒത്തൊരുമിച്ച് വസിക്കുന്നതാണ്. വസിക്കുമ്പോൾ ഈ യൂണിറ്റ് നിലനിർത്തുക എന്ന് പറയുന്നതാണ് ഇച്ചിരി ബുദ്ധിമുട്ട്. എന്താ ഈ വസിക്കുക എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്റ്റേ ടുഗദർ. അത് 1 മണിക്കൂർ കൂടുന്ന കാര്യമല്ല. ഞായറാഴ്ച ഒരു 2-2.5 മണിക്കൂർ മാത്രം കൂടുന്ന കാര്യമല്ല. അത് വല്ലപ്പോഴും ഒക്കെ ഒന്നിച്ചു കൂടുമ്പോൾ യൂണിറ്റി ഉണ്ടായിരിക്കുന്ന കാര്യം മാത്രമല്ല, പിന്നെ ചില ദിവസങ്ങൾ നീണ്ട യാത്രയാ. നമുക്കറിയാമല്ലോ, വല്ലപ്പോഴും ഒക്കെ ഒന്നിച്ചു കൂടുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ 2-3 ദിവസം ഒന്നിച്ചൊന്ന് താമസിച്ച്, അല്ലെ കുറെ ദിവസങ്ങൾ ഒന്നിച്ചൊന്ന് വസിക്കാനായിട്ട് ശ്രമിച്ച്, അപ്പോഴാണ് ചിലരുടെയൊക്കെ തനി സ്വഭാവങ്ങൾ പുറത്തു വരുന്നത്, അന്യോന്യം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അന്യോന്യം ഡിസ്യൂണിറ്റി ഉണ്ടാകുന്നത്. ഇതിനൊക്കെയുള്ള സാധ്യത എപ്പോഴാ? വല്ലപ്പോഴും കൂടുമ്പോഴല്ല, പിന്നെ ഒന്നിച്ച് വസിക്കുമ്പോഴാണ്. അവിടെയാണ് ദാവീദ് പറയുന്നത്, ഇത് അവരുടെ യാത്ര നോക്കി. ചില ദിവസങ്ങൾ നീണ്ട് ഒന്നിച്ചവർ യാത്ര ചെയ്യുക. ആ യാത്ര ചെയ്യുമ്പോൾ അവര് ഒന്നിച്ച് വസിക്കുക, ഒന്നിച്ച് പോവുക, ഒന്നിച്ച് ഭക്ഷിക്കുക, ഒന്നിച്ച് അന്യോന്യം പല കാര്യങ്ങളിൽ ഏർപ്പെടുക, ഒന്നിച്ച് കിടന്നുറങ്ങുക. എല്ലാം ചില ദിവസങ്ങൾ നീണ്ട ആ കൂട്ടായ്മയെ കണ്ടുകൊണ്ട് എല്ലാ സാധ്യതയുണ്ട് അവരുടെ ഇടയിൽ പ്രശ്നമുണ്ടാകാൻ, എല്ലാ സാധ്യതയുണ്ട് അവരുടെ ഇടയിലെ ഐക്യം നഷ്ടപ്പെടാൻ. പക്ഷേ ആ മുകളിലേക്കുള്ള യാത്രയിൽ അവർ ആരാധിക്കാൻ പോവുക, അവര് പെരുന്നാളിന് പോകുക, യെരൂശലേമിലേക്ക് പോകുന്നത്. അതുകൊണ്ട് അവരെല്ലാം മറന്ന് ആ പോക്ക് ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അതിനെന്തോ പ്രത്യേകതയുണ്ട്, വളരെ ബുദ്ധിമുട്ടാണ്. രാവിലെ നമ്മൾ ആരാധനാ ചിന്ത പറഞ്ഞപ്പോൾ സഹോദരൻ പറഞ്ഞല്ലോ, അപൂർവമായ ചില കാര്യങ്ങൾ അല്ലേ, നമ്മുടെ കർത്താവിൽ നമുക്ക് കാണാൻ കഴിഞ്ഞ പല അപൂർവതകളുണ്ട്, മറ്റെങ്ങും കാണാൻ കഴിയാത്ത ചില പ്രത്യേകതകൾ. ദാവീദ് ഈ പോക്ക് കണ്ടിട്ടും ഒരു അപൂർവതയാ ദാവീദിന് തോന്നിയേ. തന്റെ ജനത്തിന്റെ ഇടയിൽ എന്നും തമ്മിത്തല്ലായിരുന്നു, വഴക്കായിരുന്നു, ഗോത്രങ്ങൾ തമ്മിൽ എന്നും ഭിന്നതയായിരുന്നു, സ്വന്തം കുടുംബത്തിൽ അബ്ശാലോമും മക്കളും ഒക്കെ തമ്മിൽ എന്നും പ്രശ്നമാണ്. പക്ഷെ ഇതാ നോക്ക്, കാണേണ്ട ഒരു കാഴ്ച എന്താ? ഇതാണ് സഹോദരന്മാർ, ഇങ്ങനെ ആയിരിക്കണം സഹോദരന്മാർ. ഇതാരോടായി പറയുന്നത്? സ്വന്തം ജനത്തോട് തന്നെയാണ്. ദൈവജനത്തിൽ എഴുതി തന്നിട്ടുള്ളത് കൊണ്ട് അതിന്ന് നമ്മോടാണ്. ആ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് വെച്ച് നോക്കിയാൽ സ്വന്തം ജനത്തോട് തന്നെയാണ് പറയുന്നത്. ഇതാ നോക്ക്, ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ, ഇങ്ങനെ ആയിരിക്കണം സഹോദരങ്ങൾ, ഇങ്ങനെ ആയിരിക്കണം ദൈവജനം. എങ്ങനെ ഒന്നിച്ചു വസിച്ച് ആ യൂണിറ്റി നിലനിർത്താൻ കഴിയുക എന്നുള്ളത്. നമ്മുടെ കർത്താവ് താൻ ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പ് തൻ്റെ ഹൃദയത്തെ ഏറ്റവും വേദനിപ്പിച്ച, ഏറ്റവും ചിന്തിപ്പിച്ച ഒരു വിഷയം എന്താണെന്നറിയാമോ? ചില വിഷയങ്ങളുണ്ട്, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാ, തൻ്റെ ക്രൂശീകരണത്തിന് തൊട്ടു മുമ്പ് താൻ പിടിക്കപ്പെടാൻ പോകുന്നതിന്, യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിലാണ് ഗെത്സമനയിലോട്ടൊക്കെ കടക്കാൻ പോകുന്നത്, ആ പടയാളികളിൽ പിടിക്കപ്പെടാൻ പോകുന്നത്. അതിന് തൊട്ടു മുമ്പ് 17-ാമത്തെ അധ്യായം
നമ്മുടെ കർത്താവ് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയെ നമുക്കിങ്ങനെ ഹൈ പ്രീസ്റ്റ്ലി പ്രയർ അല്ലെ മധ്യസ്ഥ പ്രാർത്ഥന എന്നൊക്കെ പറയാം. ആ പ്രാർത്ഥനയിൽ ചില വിഷയങ്ങൾ തന്റെ ശിഷ്യന്മാരെ ഓർത്ത് പിതാവിനോട് പറയുന്ന കൂട്ടത്തിൽ 17-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു വാചകമുണ്ട്. പിതാവേ, നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നായിട്ടിരിക്കാൻ തക്കവണ്ണം ഇവരെ കാത്തുകൊള്ളണമേ. അപ്പം തന്റെ ഹൃദയത്തെ ഏറ്റവും ചിന്തിപ്പിച്ച ഒരു വിഷയമാണ്, ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവര് തമ്മിൽ പ്രശ്നം ഉണ്ടാകുമോ? എന്തിന്? പേടിച്ച പോലെ തന്നെ സംഭവിച്ചു അല്ലേ? പെട്ടെന്ന് നമ്മൾ ആ ചരിത്രം ഒന്ന് നോക്കിയാൽ കർത്താവ് പോകാൻ നേരം വേറൊരു കാര്യം പറഞ്ഞായിരുന്നു, നിങ്ങൾ ഒരിടത്ത് ഇരുന്നോണം, ശക്തി ലഭിക്കുന്നവരെ, പരിശുദ്ധാത്മാവ് വരുന്നത് വരെ വന്ന് ശക്തി ലഭിച്ചിട്ട് നിങ്ങളെ ഞാൻ ഏൽപ്പിച്ച ദൗത്യ നിർവഹണത്തിനായി പൊക്കോണമെന്ന് പറഞ്ഞു. പക്ഷെ ആ ചുരുങ്ങിയ കാലം കൊണ്ട് ശിഷ്യന്മാര് 2 ഗ്രൂപ്പായി. പത്രോസ് എഴുന്നേറ്റ് പറയാ, ഞാൻ പഴയ പണിക്ക് പോവാ. എല്ലാവരും കൂടെ പോയോ? ഇല്ല. കൂടെ 5-6 പേരൂടെ കൂടി 7 പേര് ഒരു ഗ്രൂപ്പ്, ബാക്കി 4 പേര് വേറൊരു ഗ്രൂപ്പ്. അവിടെ തന്നെ അനൈക്യം ഉണ്ടായി, അവിടെ തന്നെ ഗ്രൂപ്പിസം ഉണ്ടായി, അവിടെ തന്നെ അവർക്ക് ഒന്നിച്ച് നിൽക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് പരിശുദ്ധാത്മാവ് വന്ന ശേഷം പെന്തക്കോസ്ത് നാളിലെ ചരിത്രം പറയുമ്പോൾ അവിടെ കുറച്ച് വ്യത്യസ്തമായ നിലയിൽ പറയുന്നുണ്ട്. 2-ാം അധ്യായത്തിൽ ആ ചരിത്രം പറയുന്നിടം, ഇപ്പൊ സമയപരിമിതി കൊണ്ട് എടുത്തു വായിക്കുന്നില്ല, നമുക്കറിയാം. അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു, ഒരുമിച്ച് കൂടി വന്നു എന്നൊക്കെ പെന്തക്കോസ്ത് നാൾ മുതലുള്ള ആ ദൈവസഭയുടെ ആരംഭ ചരിത്രം പറയുന്നിടത്ത് പറയുന്നുണ്ട്. അവർ ഒന്നിച്ചു കൂടി, അവർ ഐക്യപ്പെട്ടുകൂടി, അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കർത്താവ് പോലും വളരെ ഭാരത്തോടെ പ്രാർത്ഥിച്ച ഒരു വിഷയമാണ് സഹോദരങ്ങളുടെ ഇടയിൽ അവർ ഒന്നിച്ച് വസിക്കണം എന്നുള്ളത്. ഒന്നിച്ചു വസിക്കുക എന്നുള്ളത്. പിതാവിനോട് പറയാ, പിതാവേ, നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നായിരിക്കാൻ ഇവരെ കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ കർത്താവിന്റെ പ്രാർത്ഥനയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. ദൈവജനത്തിന്റെ ഇടയിൽ ഐക്യത നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആത്മാവിനാൽ ഒരു ഐക്യത നമുക്ക് തന്നിട്ടുണ്ടെന്നാണ് വചനം പറയുന്നത്. അത് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ചുമതല എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ആ ഐക്യത നഷ്ടപ്പെടാതെ നമ്മള് കാത്തു സൂക്ഷിച്ചാൽ മതി. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാത്തു സൂക്ഷിക്കാനാ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഐക്യത ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഇനിയും ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുന്നത്, ഈ ഐക്യത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കേവലം പേരിലല്ല ഉണ്ടായിരിക്കേണ്ടത്, വല്ലപ്പോഴും കൂടുമ്പോഴല്ല ഉണ്ടായിരിക്കേണ്ടത്, ഒന്നിച്ചു വസിക്കുമ്പോഴാണ് ഇത് കൂടുതൽ വെളിപ്പെടേണ്ടത്. അതായിപ്പോ ഇവിടെ വെളിപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഈ ഭാഗം ഇന്നലെ നോക്കിയായിട്ട് ചിന്തിച്ചപ്പോൾ ഈ ദിവസങ്ങളിൽ വരുന്ന വാർത്തകളൊക്കെ ആയിട്ടൊന്ന് ബന്ധപ്പെടുത്തി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കുറിച്ചൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഐക്യമുന്നണി എന്നാ പറയുന്നത് അല്ലേ? ഐക്യമുന്നണി, ഞാൻ ഒരു പ്രത്യേക പാർട്ടിയുടെ പേരെടുത്ത് പറയാനല്ല, ഐക്യമുന്നണി എന്നാ പറയുന്നത്. കുറെ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ച് ചേർന്ന് ഒരു മുന്നണിയായിട്ട് നിൽക്കുക. അപ്പൊ അതിന്റെ പേരെന്താ? ഐക്യമുന്നണി. ഐക്യമുണ്ടോ? അവരോട് ചോദിച്ചാൽ പറയും, പിന്നെ ഞങ്ങൾ ഒന്നിച്ചാ നിൽക്കുന്നത്, ഒന്നിച്ചാ മത്സരിച്ചത്, ഒന്നിച്ചാണ് ജയിച്ചത്. പക്ഷെ ജയിച്ചു കഴിഞ്ഞ് പിന്നെ സ്ഥാനമാനങ്ങളുടെ വീതം വെപ്പ് വന്നപ്പോൾ അവർ ഒന്നിച്ചിരിക്കേണ്ടി വന്നപ്പോൾ മനസ്സിലായി അവരുടെ ഐക്യത എത്രമാത്രം ഉണ്ടെന്ന്. പേരിൽ ഐക്യതയുണ്ട്, നോട്ടീസിൽ ഐക്യതയുണ്ട്, പ്രസംഗത്തിലും ഐക്യതയുണ്ട്. പക്ഷെ അവർ ഒന്നിച്ചിരിക്കേണ്ടി വന്നപ്പോൾ ഐക്യതയൊക്കെ നഷ്ടപ്പെട്ടു, തമ്മിത്തല്ല. പിന്നെ അവിടെ സംഭവിച്ചത് എന്താണെന്നൊക്കെ ഈ ദിവസങ്ങളിൽ വാർത്തകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഒരു നേതാവിനെ തെരഞ്ഞെടുക്കാൻ പറ്റാതെ പോളൂ, പിന്നെ വീതം വെക്കുന്നു, പിന്നെ ചിലരെ ഒഴിവാക്കുന്നു, ചിലർ പരാതി പറയുന്നു. ഇവിടെ പോയി ഐക്യത? പേരിൽ ഏത് മുന്നണിയാ? പേരിൽ ഐക്യമുന്നണിയാ. പക്ഷെ എവിടെ ഐക്യത? ഒന്നിച്ചു കൂടുമ്പോഴാണ് ഇത് വെളിപ്പെടേണ്ടത്. ദൈവജനത്തെ സംബന്ധിച്ച്, ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചും അത് വളരെ അപൂർവമായി മാത്രം കാണാൻ കഴിഞ്ഞപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കത്തക്ക വിധത്തിൽ, ബിഹോൾഡ്, നോക്കി ഐക്യത, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നു, എത്ര ശുഭവും എത്ര മനോഹരവും. ഞാൻ 1-ാമത്തെ ആശയം ഇവിടെ നിർത്തട്ടെ. ആ യൂണിറ്റി ദൈവജനത്തിന്റെ ഇടയിലുണ്ടെങ്കിൽ അത് നല്ലത് മാത്രമല്ല, അത് പ്ലസന്റുമാണ്. പ്ലസന്റ് എന്ന് പറഞ്ഞാൽ അത് സുഖകരമാണ്.
ഞാൻ രാവിലെ ഓർത്ത് ബാബുച്ചാനോട് പേരൊക്കെ അനൗൺസ് ചെയ്തപ്പോൾ നമ്മുടെ മക്കള്, സഹോദരങ്ങള്, പ്രിയപ്പെട്ടവർ ഇന്ന് പലര് വന്നിട്ടുണ്ട്. പലര് വന്നു എന്ന് കേട്ടപ്പം തന്നെ മനസ്സിനൊരു അല്ലേ മനസ്സിനൊരു സന്തോഷം. എല്ലാവരോടും ഒന്നിച്ചൊന്ന് കൂടാനായിട്ട് എല്ലാരെയും ഒന്ന് കാണാൻ പറ്റിയല്ലോ. എത്ര നേരത്തേക്കേ ഉള്ളൂ? ഒരു 12-12:15 അവരവരുടെ വീട്ടിലോട്ട് പോകും. പക്ഷെ ഈ ചുരുങ്ങിയ സമയം നമുക്ക് ഒന്നിച്ചിരുന്ന് ആരാധിക്കാൻ പറ്റിയെന്ന് പറയുന്നത്, ഒന്നിച്ചൊന്ന് കാണാൻ പറ്റിയെന്ന് പറയുന്നത് എത്ര നല്ലത്, അതാ എത്ര പ്ലസന്റ്, എത്ര മനോഹരം. അപ്പം സഹോദരങ്ങളുടെ ഇടയിലെ യൂണിറ്റിയുടെ പ്രാധാന്യമാണ് ഈ സങ്കീർത്തനം വെളിപ്പെടുത്തുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതിലൊന്ന്, അതിന്റെ മഹത്വം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഗുഡ് ബട്ട് ഇറ്റ് ഈസ് പ്ലസന്റ് ഓൾസോ. അത് നല്ലത് മാത്രമല്ല, അത് പ്ലസന്റുമാണ്. ഇനിയും ഈ യൂണിറ്റിയെ കുറിച്ച് പറയാൻ വേണ്ടി 2 സാദൃശ്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെ 2 ദൃഷ്ടാന്തങ്ങൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ദൃഷ്ടാന്തങ്ങള് 2-3 വാക്യങ്ങളിലാണ്. ഞാൻ അതോടൊന്ന് വേഗത്തിൽ പറയാം. ഒന്ന്, ഈ യൂണിറ്റിയെ കുറിച്ച് പറയുമ്പോൾ പറയുകയാണ്, അത് ഒരു ഓയിൽ പോലെ, ഒരു എണ്ണ പോലെയാണ്, ഒരു തൈലം പോലെയാണ്. 2, അത് മഞ്ഞ് പോലെയാണ്. ആ 2 ദൃഷ്ടാന്തങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. 2-ാം വാക്യം, അത് വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് നീണ്ടു കിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും. അപ്പൊ യൂണിറ്റിയെ വിശേഷിപ്പിക്കുന്നത് ഒരു വിശേഷ തൈലത്തോടാണ്. അതെന്താ ഈ തൈലത്തോട് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഇവിടെ പറയുന്ന വിശേഷ തൈലം എന്ന് പറയുന്നത് അഹരോന്റെ തലയിൽ ഒഴിച്ച തൈലമാണ്. ലേവ്യ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വായിച്ചാൽ അറിയാം, അഹരോനെ പുരോഹിത ശുശ്രൂഷയ്ക്കായിട്ട് അഭിഷേകം ചെയ്യുമ്പോൾ അഹരോന്റെ തലയിൽ ഒഴിച്ച ആ തൈലത്തെ കുറിച്ച് ഇവിടെ പറയുന്നത്. ആ തൈലത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. ആ വാക്യത്തിലെ ആശയം ഞാനൊന്ന് പറയാം. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ആ തൈലത്തെ കുറിച്ച് ഒരു വിശദീകരണം നൽകുന്നുണ്ട്. ആ തൈലത്തിന് ഉപയോഗിക്കേണ്ട ചില ഇൻഗ്രീഡിയൻസ് അവിടെ പറയുന്നുണ്ട്. ചില വസ്തുക്കൾ ഉപയോഗിച്ചാണ് ആ തൈലം ഉണ്ടാക്കേണ്ടത്. ആ തൈലമൊക്കെ വിലയേറിയ തൈലമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ വില പോലും കണക്ക് കൂട്ടാൻ പറ്റാതെ വണ്ണം വളരെ വിലയുള്ള പല ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വേണം ആ തൈലം ഉണ്ടാക്കാൻ. ആ തൈലം ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള വിധങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ട് അതിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ആവശ്യത്തിനല്ലാതെ വേറെ ഒരാവശ്യത്തിനും ഈ തൈലം ഉണ്ടാക്കരുത്. ഈ പറയുന്ന കൂട്ടുകൾ ഉപയോഗിച്ചുള്ള തൈലം അവിടെ സമാഗമന കൂടാരത്തിലെ ചില വസ്തുക്കൾ അഭിഷേകം ചെയ്യാനും, അഹരോനെ അഭിഷേകം ചെയ്യാനും, അല്ലെ പുരോഹിതനെ അഭിഷേകം ചെയ്യാനും അല്ലാതെ ഈ കൂട്ടുകൾ ഉപയോഗിച്ച് വേറെ ഒരു കാര്യത്തിനും ഈ തൈലം ഉപയോഗിക്കരുത്. പിന്നെ വേറൊരു വ്യവസ്ഥയും കൂടെ ഉണ്ട്. ഇത്ര വിലയേറിയ ഈ തൈലം ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് ഉപയോഗിക്കാവൂ. അപ്പൊ ആ തൈലത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് വേറെങ്ങും കിട്ടുകയില്ലാത്ത, വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത, രാവിലെ നമ്മൾ ചിന്തിച്ചതുപോലാണെങ്കിൽ ഒരു അപൂർവ തൈലമാണ്. ആ തൈലത്തിന് അവിടെ ചില പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. വിശേഷ തൈലം, അല്ലെങ്കിൽ അതിന്റെ വിശേഷ തൈലം ഒന്നും മാത്രമല്ല, വിശുദ്ധ തൈലമൊന്നുമല്ല, അതിവിശുദ്ധമായിരിക്കണമെന്ന് ഒക്കെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് വേറെങ്ങും കിട്ടാത്ത, വേറെ ആർക്കും ഉപയോഗിക്കാൻ അനുവാദമില്ലാത്ത ഒരു പ്രത്യേക തൈലം, വിലയേറിയ തൈലം, അതിവിടെ മാത്രം, ഇതിനു മാത്രം. ആ തൈലത്തോടാണ് എന്തിനെ ഉപയോഗിച്ചിരിക്കുന്നത്? സഹോദരന്മാരുടെ ഇടയിലുള്ള യൂണിറ്റിയെ. അപ്പൊ ആ യൂണിറ്റിയുടെ the preciousness of the unity among the brethren, അതാണ് അവിടുത്തെ ആശയം. ദൈവജനത്തിന്റെ ഇടയിലുള്ള യൂണിറ്റി എത്ര വിലയേറിയതാണ്, അത് വേറെ എങ്ങും കാണാൻ കഴിയാത്തതാണ്. അത് ഈ ഐക്യം പറയുന്ന രാഷ്ട്രീയ മുന്നണികളിൽ കാണാൻ കഴിയാത്തതാ. അത് ഐക്യം പറയുന്ന ഒരു സ്ഥലത്തും വേറെ കാണാൻ കഴിയാത്തതാ. അത്ര പ്രഷ്യസാ ദൈവജനത്തിന്റെ ഇടയിലുള്ള യൂണിറ്റി. അപ്പൊ നാം ഒന്നിച്ച് യൂണിറ്റിയോടെ മുൻപോട്ട് പോവുക എന്ന് പറയുന്നത് എത്ര വിലയുള്ള ഒരു കാര്യമായിട്ടാണ് ദൈവം കാണുന്നത്. മറ്റെങ്ങും കാണാൻ കഴിയാത്ത അപൂർവതകളുള്ള വളരെ പ്രഷ്യസായ ഒരനുഭവമാണ് ദൈവജനം യൂണിറ്റിയിൽ കഴിയുക എന്ന് പറയുന്നത്. ഇവിടെ ഈ തൈലത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ
ആ തൈലം അഹരോന്റെ തലയിൽ ഒഴിക്കും, അത് വസ്ത്രത്തിന്റെ വിളിമ്പ് വരെ ചെല്ലും. അതേ വിലയേറിയ തൈലമാ തലയിൽ ചെല്ലുന്നതും ശരീരത്തിലൂടെ വ്യാപിക്കുന്നതും തന്റെ ആ വസ്ത്രത്തിന്റെ വിളിമ്പ് വരെ ചെല്ലുന്നതും ദ പ്രിഷ്യസ്നെസ്, അതിന്റെ മൂല്യം കണക്കാക്കാൻ പറ്റാത്ത വിധമാണ്. അപ്പൊ ഒന്ന്, the unity among the brethren, it is good and the pleasant, and the second one, it is the precious one. ഇനി മൂന്നാമത്തേത്, അടുത്ത സാദൃശ്യം ഒന്ന് നോക്കിക്കേ. സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞ് പോലെയും. ആ സിയോനും ഹെർമോനും തമ്മിൽ വളരെ ദൂരമുണ്ട്. ഹെർമോനിലെ മഞ്ഞ് എവിടം വരെ വരിക? സിയോനിൽ വരെ വന്ന് സിയോനിൽ ആ മഞ്ഞ് എങ്ങനെ ഹെർമോനിൽ മഞ്ഞായി രൂപപ്പെട്ടോ ഒരു മാറ്റവും വരാതെ, അതിന്റെ കാഠിന്യം ഒട്ടും കുറയാതെ അതേ നിലയിൽ എവിടെയും വന്ന് വീഴുക, സിയോനിൽ വന്ന് വീഴുക. അപ്പം സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന സിയോനിലെ മഞ്ഞല്ല, പിന്നെ ഹെർമോന്യ മഞ്ഞ് പോലെ. അപ്പൊ ഹെർമോനിൽ ആ മഞ്ഞിന്റെ കാഠിന്യം എത്രയാണോ, സ്ട്രെങ്ത് എത്രയാണോ, അതൊട്ടും കുറയാതെ എവിടെയും വന്ന് വീഴുക, സിയോനിലും വീഴുക. അതാണ് ഈ യൂണിറ്റിയുടെ പ്രത്യേകത. ആ സ്ട്രെങ്ത്, ആ യൂണിറ്റി ആണ്, അല്ലെ? ആ സഭാപ്രസംഗികളുടെ പുസ്തകത്തിൽ ആ യൂണിറ്റിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ഒരാൾ തന്നെയാണ് വീണു പോകും, രണ്ടുപേർ ഒന്നിച്ചുണ്ട് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്, അല്ലെ? ഏകാകിയും രണ്ടുപേർ ഒന്നിച്ചും, ഒരാൾ തന്നെ കിടന്ന കുളിരുണ്ടാകും, രണ്ടുപേര് ചേർന്നാണ് കുളിര് മാറും എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ തൊട്ട് താഴെ അടുത്ത വാക്യം പറയുകയാണ്, മുപ്പിരി ചരട് വേഗത്തിൽ അറ്റുപോകയില്ല. അപ്പൊ യൂണിറ്റിയെ മുപ്പിരി ചരടിനോടാ. നമ്മൾ സാധാരണ മുപ്പിരി ചരട് വേഗത്തിൽ അറ്റുപോകയില്ല എന്ന് പറയുമ്പോൾ അത് എടുത്തുദ്ധരിക്കുന്നത് ഏത് സന്ദർഭത്തിലാണ്? വിവാഹത്തോട് ബന്ധപ്പെട്ട, അല്ലെ? വിവാഹത്തോട് ബന്ധപ്പെട്ട് പറയുമ്പോൾ മുപ്പിരി ചരട് വേഗത്തിൽ അറ്റുപോകയില്ല. അത് ആ കുടുംബ ജീവിതത്തിന്റെ ആ സ്ട്രെങ്ത്, കുടുംബജീവിതം വേർപിരിയാത്തത് എന്നുള്ള ആശയത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. പക്ഷെ ചിലപ്പോഴൊക്കെ അത് അല്പം അതിര് കടന്നു പോകുന്നുണ്ടോ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ആ മുപ്പിരി ചരടിൽ ഒന്ന് ഭർത്താവാണെന്നും ഒന്ന് ഭാര്യയാണെന്നും മൂന്നാമത്തേതായിട്ട് കർത്താവിനെയും കൂടെ കൊണ്ടുവന്ന് അതുകൂടെ ചേർത്ത് ഒന്നിച്ച് മുപ്പിരി ചരടാക്കുന്നു എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വരുമ്പോൾ അത് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ആ കോണ്ടെക്സ്റ്റിലെ ആശയത്തിൽ നിന്നൊക്കെ നമ്മുടേതായ ചില താല്പര്യങ്ങളിലേക്ക് ആ വ്യാഖ്യാനങ്ങൾ കടന്നു പോകുന്നു. തന്നെയല്ല, അത് പറയുമ്പോൾ ചിലപ്പോൾ ചിലർ പറയുന്ന മുപ്പിരി ചരടിലെ മൂന്നാമത്തെ ചരടായിട്ട് കർത്താവ് വരണമെന്ന്. അപ്പൊ ഒന്നും രണ്ടും സ്ഥാനം ആർക്കാം? ഒന്നും രണ്ടും ഭാര്യയും ഭർത്താവും, മൂന്നാമത്തെ സ്ഥാനമേ ഉള്ളൂ ആർക്ക്? ദൈവത്തിന് എന്നൊക്കെയുള്ള തെറ്റായ വ്യാഖ്യാനങ്ങളിലേക്ക് പോകും. അവിടുത്തെ ഒരു വിവാഹത്തോട് ബന്ധപ്പെട്ട് ഈ വാക്യം ഉദ്ധരിക്കുന്നതോ വിവാഹ ജീവിതം വേർപിരിയാത്തതായിരിക്കണം, ദൃഢമായിരിക്കണം, വേഗത്തിൽ അറ്റുപോകാത്തതായിരിക്കണം എന്ന് പറയുവാൻ ഈ ഒരു ദൃഷ്ടാന്തം എടുത്ത് ഉപയോഗിക്കുന്നതോ തെറ്റല്ല. എന്നാൽ അതിലെ ഓരോ കയറിനെയും ഒക്കെ എടുത്ത് വ്യാഖ്യാനിക്കാൻ പോകുമ്പോഴാണ് അതിനകത്ത് ഉപദേശപരമായി വ്യാഖ്യാനപരമായി പശ നമുക്ക് ആ ആശയം ഇങ്ങനെ മാത്രം എടുക്കാം. മുപ്പിരി ചരടത് വേഗത്തിൽ അറ്റുപോകയില്ല. അത് ഈ മഞ്ഞും ആ നിലയിൽ തന്നെ ചൂണ്ടിക്കാണിക്കുക. വേഗത്തിൽ അറ്റുപോകാത്ത ദൃഢതരമായ ഒരു ബന്ധം, ആ സ്ട്രെങ്ത് ആണ്, ദൈവജനം ഒന്നിച്ച് നിന്നാലുള്ള ആ ബലത്തെയാണ്, തകർക്കാൻ കഴിയാത്ത ആ സ്ട്രെങ്തിനെയാണ് യൂണിറ്റി സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്ന തൈലവും മഞ്ഞും ഒക്കെ ഒരളവിൽ പറഞ്ഞാൽ ദൈവജനത്തിന്റെ ഇടയിലുള്ള ആ യൂണിറ്റിയുടെ ചില പ്രത്യേകതകളാണ് നമ്മെ ഓർപ്പിക്കുന്നത്. അതിന്റെ പ്രീഷ്യസ്നെസ് ആൻഡ് ദ സ്ട്രെങ്ത് ഓഫ് ദ യൂണിറ്റി എമംഗ് ദ ബ്രദറൻ. ഇനി നാലാമത്തത്, അതിന്റെ ഏറ്റവും അവസാനത്തെ വാക്യത്തിൽ പറയുക, അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതവുമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. എവിടെ? ദൈവത്തിന്റെ അനുഗ്രഹവും ശാശ്വതമായ ജീവൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദ ഡിവൈൻ ലൈഫ്. ആ ഡിവൈൻ ലൈഫ് അത് എവിടെ അനുഭവിക്കാൻ കഴിയുന്നത്? അവിടെയാണ് ഈ രണ്ട് കാര്യങ്ങൾ, ദൈവത്തിന്റെ അനുഗ്രഹവും ദൈവത്തിന്റെ ജീവനും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. എവിടെ? വേർ ദേർ ഈസ് യൂണിറ്റി ദേർ. എവിടെ യൂണിറ്റി ഉണ്ടോ അവിടെയാണ് ഈ അനുഗ്രഹവും ഈ ജീവനും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിലെ ഒരു വാക്യം നമുക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വാക്യമാണ്, പലപ്പോഴും നമ്മൾ എടുത്ത് ഉദ്ധരിക്കുന്നതുമാണ്. 18-ാം അധ്യായത്തിന്റെ 19ഉം 20ഉം വാക്യങ്ങളാണ്. അത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 19ഉം 20ഉം വാക്യങ്ങൾ. അതിൽ 20-ാമത്തെ വാക്യം,
രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. നമുക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വാക്യമാണ്, പലപ്പോഴും നമ്മൾ എടുത്ത് ഉദ്ധരിക്കുന്ന. രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും എന്തുണ്ട്? ദൈവത്തിന്റെ അനുഗ്രഹമുണ്ട്. ദ ഡിവൈൻ പ്രസൻസ് ഈസ് ദയർ. അതാ ഇപ്പൊ ഇവിടെ പറഞ്ഞേ, അവിടെയല്ലോ ദൈവത്തിന്റെ അനുഗ്രഹം, അവിടെയല്ലോ ദ ഡിവൈൻ ലൈഫ്. ആ ദൈവീക സാന്നിധ്യവും ദൈവീക അനുഗ്രഹവും എവിടെയായി ഉള്ളത്? there is യൂണിറ്റി ഉള്ളിടത്ത്. ഇവിടെയും അത് തന്നെയാ പറയുന്നത്. രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും എന്ന് പറയുമ്പോൾ എങ്ങനെയും കൂടി വരുന്ന കാര്യമല്ല. അതിന് തൊട്ട് മുകളിൽ പറഞ്ഞിട്ടുണ്ട് 19-ാമത്തെ വാക്യം, ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവെങ്കിൽ അവർക്ക് ലഭിക്കും. രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് എൻ്റെ സാന്നിധ്യമുണ്ട്. രണ്ട് കാര്യങ്ങൾ അവിടെ പറയുക. എങ്ങനെയെങ്കിലും കർത്താവിന്റെ നാമത്തിൽ കുറെ പേര് കൂടി വന്നാൽ അവിടെ ആ സാന്നിധ്യം ഉണ്ടെന്നോ, അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ അതിന് മറുപടി ഉണ്ടെന്നോ അല്ല വാക്യം പറയുന്നത്. അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടെ പറയുന്നത്. എങ്ങനെ? രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ എങ്ങനെ കൂടി വരണം? ആ കൂടിവരവിൽ എന്തുണ്ടായിരിക്കണം? ഐകമത്യപ്പെട്ട് നിങ്ങൾ പ്രാർത്ഥിച്ച മറുപടി ഉണ്ട്. ഐകമത്യപ്പെട്ട് കൂടി വന്നാൽ എന്റെ സാന്നിധ്യം അവിടെയുണ്ട്. അത് തന്നെയാണ് 133-ാം സങ്കീർത്തനം നമ്മെ ഓർപ്പിക്കുന്നത്. ആ യൂണിറ്റിയോടുകൂടി എവിടെ നമുക്ക് കൂടി വരാൻ കഴിയുന്നോ, there we have the blessings and the divine life. അവിടെയാണ് നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹം. അങ്ങനെ ഐക്യതയിൽ കൂടിവരവുകളിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന റിക്വസ്റ്റുകൾക്കാണ് ദൈവം മറുപടി തരുന്നത്. അവിടെയാണ് ദൈവത്തിന്റെ ഡിവൈൻ പ്രസൻസ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. 133-ാം സങ്കീർത്തനത്തിന്റെ വിഷയം ദ യൂണിറ്റി. ബിഹോൾഡ്, വേറെങ്ങും കാണാൻ കഴിയാത്ത ഒരു യൂണിറ്റി. ദാവീദിന് തന്നെ അത്ഭുതം തോന്നുക. സ്വന്തം കുടുംബത്തിൽ ഇത് നഷ്ടപ്പെട്ടു, സ്വന്തം ജനത്തിന്റെ ഇടയിൽ ഇത് നഷ്ടപ്പെട്ടു. പക്ഷെ ഇപ്പോൾ അവര് ആ ദേവാലയത്തിന്റെ അരികിലേക്ക് ഉത്സവത്തിന് പോകുമ്പോൾ അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. ദാവീദ് ഉള്ളിൽ ആഗ്രഹിച്ചു കാണും, ഈ യൂണിറ്റി എന്നും അവിടെ നിലനിന്നിരുന്നെങ്കിൽ. Behold, how good and how pleasant it is for brethren to dwell together in unity. അതെത്ര ശുഭമാണ്, എത്ര മനോഹരമാണ്, എത്ര വിലയേറിയതാണ്, എത്ര ശക്തിയുള്ളതാണ്, എത്ര ദൈവാനുഗ്രഹത്തിന് കാരണമാണ്. ആ ഐക്യത ദൈവം നമ്മുടെ ഇടയിൽ തന്നിട്ടുണ്ട്. അത് നഷ്ടപ്പെടാതെ സൂക്ഷിപ്പാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യം, ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിപ്പീൻ. ദൈവനാമം വാഴ്ത്തട്ടെ.